അർജുൻ, ഇതിൽ മരണപ്പെട്ടവർ രണ്ടുപേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരെ തിരിച്ചറിയാനുള്ള നടപടികൾ DNA പരിശോധന അടക്കം നടത്താനുള്ള ഒരുക്കത്തിലാണോ ഇപ്പോൾ ഡൽഹി പോലീസ് ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല. പക്ഷേ UAPA ആണ് ചുമത്തിയിട്ടുള്ളത്. അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരൊക്കെ സ്ഥലത്ത് തന്നെ ഉണ്ടോ? ഏറ്റവും പ്രധാനമായിട്ടും നോക്കൂ, ഈ 8 പേരുടെ മരണം സ്ഥിരീകരിച്ചത് ആശുപത്രി റെക്കോർഡുകളിലുണ്ട്. ഒരാൾ കൂടി മരിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ അത് ആരാണെന്നോ മൃതശരീരങ്ങൾ ഛിന്ന ഭിന്നമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം വരേണ്ടത്. എന്തായാലും 9 മരിച്ചു. അതിൽ 8 പേരുടെയും മൃതശരീരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ഒരാൾ ഉത്തർപ്രദേശ് അമ്രോഹ സ്വദേശി അശോക് കുമാറിന്റെ മൃതശരീരം മാത്രമാണ് തിരിച്ചറിയുന്ന രീതിയിലുള്ളത്. അത് മാത്രമാണ് ഇപ്പോൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള DNA പരിശോധന ഇന്ന് നടക്കുമെന്നുള്ള കാര്യമാണ് ആശുപത്രി അധികൃതർ ഇപ്പോൾ എന്തായാലും വ്യക്തമാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കാറിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും പല ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം തന്നെ ഡൽഹി പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതായത് ഒരു ചാവേർ ആക്രമണം സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്ക്, നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് വർഷങ്ങൾക്ക് മുൻപ് പുൽവാമയിൽ സംഭവിച്ചതുപോലെ സേനാ ജവാന്മാർ ഉണ്ടായിരുന്ന ബസ്സിലേക്ക് സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു വാഹനം ഇടിച്ചു കയറ്റിയതിന് സമാനമായിട്ട് തന്നെയാണ് ഡൽഹിയിലും പദ്ധതിയിട്ടത്. അതായത് IED നിറച്ച ഒരു വാഹനം അത് തിരക്കേറിയിട്ടുള്ള ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനകത്തേക്ക് ഇടിച്ചു കയറ്റാൻ വേണ്ടിയിട്ടായിരുന്നു അവരുടെ പദ്ധതി. എന്നാൽ ആ പദ്ധതി പാളി, മറിച്ച് ഈ സിഗ്നലിൽ വെച്ച് തന്നെ കാറ് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തുന്നത്. ഒപ്പം തന്നെ ഡോക്ടർ ഉമർ എന്ന് പേരുള്ള ഒരു വ്യക്തിയാണ് ഈ കാറ് ഓടിച്ചിരുന്നത് എന്നുള്ള ഒരു വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് താരീഖ് അല്ല കാറിൽ ഉണ്ടായിരുന്നത്, ഡോക്ടർ ഉമർ ആണ്. ഈ ഡോക്ടർ ഉമർ ഫരീദാബാദ് മൊഡ്യൂളുമായി ബന്ധമുള്ള ആളാണ്. ഫരീദാബാദിൽ വലിയ തോതിൽ ആയുധങ്ങൾ കണ്ടെത്തിയ, വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയ ആ കേസിൽ ഫരീദാബാദ് പോലീസും ജമ്മു കശ്മീർ പോലീസും തേടിയിരുന്ന ഒരാളാണ് ഡോക്ടർ ഉമർ. ഈ ഡോക്ടർ ഉമർ ആണ് കാർ ഓടിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ സംഭവത്തിൽ മരിച്ച, സ്ഫോടനത്തിൽ മരിച്ച 9ാമൻ ആ ചാവേർ ആയിരിക്കാം ഡോക്ടർ ഉമർ എന്നുള്ള കാര്യവും അയാളുടെ മൃതശരീരം ഛിന്ന ഭിന്നമായിട്ടുണ്ട്. ഇനി അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള DNA പരിശോധന ഇന്ന് രാവിലെ ആശുപത്രിയിൽ നടക്കുമെന്നുള്ള വിവരമാണ് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നും അവസാനമായി ലഭിച്ചിരിക്കുന്നത്. ഈ താരീഖ് എന്ന് പറയുന്ന വ്യക്തിയെ ഇന്നലെ തന്നെ ഡൽഹി പോലീസും സുരക്ഷാ ഏജൻസികളും ട്രേസ് ചെയ്തിരുന്നു. അയാളുടെ വീട്ടിലേക്ക് ഇന്നലെ എത്തി പരിശോധന പുൽവാമയിലെ വീട്ടിൽ നടത്തി, റെയ്ഡ് നടത്തി. പക്ഷേ അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അയാൾ അബ്സ്കോണ്ടിങ് എന്നുള്ള വിവരമായിരുന്നു പുറത്തു വന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലായി ചില റിപ്പോർട്ടുകൾ, അനൌദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് നമുക്കത് സ്ഥിരീകരിച്ച് ഇപ്പോൾ നൽകാനോ പറയാനോ കഴിയില്ല. പക്ഷേ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇയാൾ ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. അത് എവിടെ നിന്ന് പിടികൂടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വ്യക്തമല്ല. ഒരു ഒറ്റ വരി മാത്രമാണ് നിലവിൽ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നത്. ഹി ഹാസ് ബീൻ ഡീറ്റെയിൻഡ് എന്നുള്ള കാര്യം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണെങ്കിൽ അതിലെന്തായാലും വ്യക്തത വരാതെ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ വലിയ തോതിൽ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്.